നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു വാരഫലത്തിൽ ഈ വരുന്ന ആഴ്ച നാം ചർച്ച ചെയ്യുന്ന ദിനങ്ങൾ 2026 ജനുവരി 30 മുതൽ ഫെബ്രുവരി 5 വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല, 2ാം ഭാവത്തിൽ ഇടവത്തിലും ഗ്രഹങ്ങളില്ല, മിഥുനത്തിൽ ചന്ദ്രൻ വ്യാഴത്തോടു കൂടി സ്ഥിതി ചെയ്യുന്നു, 5ാം ഭാവം അതായത് ചിങ്ങത്തിൽ കേതു, മകരത്തിൽ സൂര്യൻ, ചൊവ്വ, ശുക്രൻ, ബുധൻ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇവിടെ 3 ഗ്രഹങ്ങൾക്ക് മൗഢ്യം കൊടുത്തിട്ടുണ്ട്. ചൊവ്വ ഉച്ചസ്ഥനായി മകരത്തിൽ നിൽക്കുന്നു, എങ്കിലും ചൊവ്വയ്ക്കും ബുധനും ശുക്രനും മൗഢ്യം കൊടുത്തു സൂര്യൻ. ചന്ദ്രൻ ബലവാനായി വ്യാഴത്തോടുകൂടി യോഗകാരകനായി ഒരു കേസരി യോഗം ചെയ്ത് നിൽക്കുന്നു. ഇതാകുന്നു ഇവിടുത്തെ താൽക്കാലിക ഗ്രഹസ്ഥിതി. ഒരു വാരക്കാലം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 3ാം ഭാവത്തിൽ ചന്ദ്രൻ, വ്യാഴം, 5ാം ഭാവത്തിൽ കേതു, 10ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, 11ൽ രാഹു, 12ൽ ശനി. ഇവിടെ ഈ ഒരു വാരം മേടൻ രാശിക്കാർക്ക് സഹോദര ഗുണം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ പറ്റുന്ന സമയമായിരിക്കും. സഹോദരങ്ങളെ സഹായിക്കുക, അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ജോലി വാങ്ങിക്കൊടുക്കുക, തൻ്റെ കർമ്മസ്ഥലത്ത് സഹോദരങ്ങളെ പ്രതിഷ്ഠിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായി സംഭാവ്യമാകുന്ന വാരമാണ്. സഹോദര ഗുണം വളരെയധികം വരും. ഒരുപക്ഷെ അവരുടെ വിവാഹ വിഷയങ്ങൾ, അതിൻ്റെ തീരുമാനങ്ങൾ, അവിടെ താനൊരു സഹോദാഗ്രജ മൂത്ത ജ്യേഷ്ഠൻ്റെ അല്ലെ കാരണവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അതൊക്കെ നടത്തി കൊടുക്കേണ്ടുന്നൊരു വലിയ ദൈവാധീനം മേടൻ രാശിക്കാർക്ക് ഈ ഒരു വാരത്തുണ്ടാകും. വാഹനാപകടം ശ്രദ്ധിക്കണം. രാത്രി യാത്രയിൽ അപകടമുണ്ടാകാം, ശ്രദ്ധിക്കണം. കാരണം അധോമുഖ രാശി ആരൂഢമാണ്. അഭിവദേത് വാഹാദിത പൃച്ഛത, വാഹനത്തിന് വീഴും, വാഹനാപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. പലപ്പോഴും വിവാഹത്തിന് കൂടെയിടുന്ന യോഗമുണ്ടാകും. തൻ്റെ വിവാഹ കാര്യത്തിലല്ലെങ്കിലും അന്യരുടെ ബന്ധുക്കളുടെ വിവാഹ വിഷയത്തിലൊക്കെ ഒരു കാർമ്മികനായി മുന്നിൽ നിൽക്കുവാനുള്ളൊരു വലിയ ദൈവാധീനമുണ്ട്. അനാവശ്യമായ പൊങ്ങച്ചം കാണിച്ച് തനിക്ക് പ്രയാസങ്ങൾ വരും. കാരണം 10ാം ഭാവത്തിൽ ശുക്രനാണ്. ഗുരുകർമ്മകെ ഗോത്രവീര്യം രുണദ്ധി ക്ഷയാർത്ഥം ഭ്രമക്കിന്ത ആത്മീയേവ. തൻ്റെ ആത്മീയമായ ഭ്രമം കാരണം, ഭോഗസുഖങ്ങൾ കാരണം തനിക്ക് എന്ത് വരും? ഭ്രമത്വം വരും. ആ ഭ്രമത്വം ധനനഷ്ടത്തിലുണ്ടാകും. അനാവശ്യമായി തനിക്ക് എടുത്താൽ പൊന്തുന്ന വാഹനങ്ങളും ആഡംബര വസ്തുക്കൾ മാത്രം വാങ്ങുക, അല്ലെങ്കിൽ താൻ കടക്കാരനാകും എന്ന് മേടൻ രാശിക്കാരെ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോഴും മേടൻ രാശിക്കാർക്ക് 12ൽ ശനിയാണ്. 7.5 ശനിയുടെ കാഠിന്യമുണ്ട്, 3ൽ വ്യാഴമുണ്ട്. എങ്കിലും ഈ വാരം പ്രായണ അനുകൂലമായൊരു വാരമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.